ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറന്ന സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം പോലീസ് തേടി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാങ്കേതിക സംവിധാനത്തിന്റെ സേവനമാണ് തേടുക. വി വിനോദ് ചേരുന്നു. എത്രത്തോളം ഗൗരവകരമായിട്ട് കൂടിയാണ് ഇത് കണക്കാക്കുന്നത് പോലീസ് ATCയുടെ സേവനം തേടാൻ? വിനോദ്, അപർണ, 2 ദിവസം മുൻപാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറന്നത്. ഇത് ആരാണ് പറത്തിയതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പൈങ്കുനിയുമായി ബന്ധപ്പെട്ട ഉത്സവം നടക്കുന്ന ഒരു സമയമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഏതെങ്കിലും സ്റ്റുഡിയോയുടെ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ഏതായിരുന്നാലും അതീവ സുരക്ഷാ മേഖലയാണ്. നേരത്തെയും ഇത്തരത്തിൽ ഡ്രോൺ ആ പരിസരത്ത് പറന്നിരുന്നു. അന്ന് ഇത് പറത്തിയ ഇപ്പോൾ ഇത് ആരാണ് പറത്തിയതെന്നത് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം തേടുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഈ സംവിധാനമുള്ളത്. ഇവരുടെ സേവനം തേടി ഇതിന്റെ ഈ പറന്ന് ഉയർന്ന സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രത്യേക കേസെടുത്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപർണ, ATCയുടെ സേവനം ഏതായാലും തേടിയിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തിയതുമായി ബന്ധപ്പെട്ട് ഇതാരാണ് പറത്തിയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും അതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് വളരെ ഗൗരവകരമായി തന്നെ കാണുകയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്താനുണ്ടായ സാഹചര്യം ഇതാരാണ് എന്നുള്ളതിൽ വ്യക്തതയില്ലാത്തതുകൊണ്ട് ഫോർട്ട് പോലീസ് വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ അറിയിച്ചു. സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി.